ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കുന്നത് കർമ്മ റോട്ടിലും നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന കുത്തിപ്പൊരിയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു കുത്തിപ്പൊരി. അതിനായിട്ട് 250 ml 2 കപ്പ് ഗ്രീൻ പീസ് നമുക്ക് രാവിലെ കുതിർത്തിയിടാം. എന്നിട്ട് നമുക്ക് വൈകുന്നേരം നമുക്കിതുണ്ടാക്കാം കേട്ടോ. കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിടുക. എന്നിട്ട് കുതിർന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക, വെള്ളം ഇടുക. നമുക്ക് വേവിച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. എന്നിട്ട് നമുക്ക് അതങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 ചെറിയ മീഡിയം സൈസ് സവാള കുഞ്ഞു അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും ഒരു 4 പച്ചമുളകും ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായി വാടി വന്നു കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇതിൻ്റെ എല്ലാം മണം മാറി വരുന്നത് വരെ വേണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു തക്കാളി കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കുനുകുന അരിഞ്ഞ തക്കാളിയും കൂടി ഒന്നുകൊണ്ട് വഴണ്ടി കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ചിക്കിയിട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 കോഴിമുട്ട പൊട്ടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചൊന്ന് ചിക്കിയെടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് അങ്ങോട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചത് ഇതിലേക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിൽ പറയുന്നുണ്ട്. നിങ്ങളത് കയറി കാണാൻ മറക്കല്ലേ. കർമ്മ റോട്ടിലും നമ്മുടെ ചാവക്കാട് ബീച്ചിലും കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന കുത്തിപ്പൊരിയാണ്. വളരെ രുചികരമായ ഗ്രീൻ പീസ് എഗ്ഗ് കുത്തിപ്പൊരി. ഒരു നുള്ളു മല്ലിയിൽ ഇതിൻ്റെ മീതേക്കാണ് വിതറി കൊടുത്തോളൂ കേട്ടോ. ആയതിനു ശേഷം എന്നിട്ട് തീ അങ്ങോട്ട് ഓഫാക്കിക്കോളൂ. വളരെ രുചികരമായ കുത്തിപ്പൊരിയാണ്. നിങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് സെർവ് ചെയ്താണ്ട് കഴിച്ചോളൂ കേട്ടോ. വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുവേ.